സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുള്ളത്. 38-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖുൽനാ ഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുൽനാ എന്താ അർത്ഥം? നാം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഖുൽനാ എന്ന് പറഞ്ഞത്. ആദരവിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നാം എന്ന് പറയുന്നത്. പഴയകാലത്തെ രാജാക്കന്മാരും മറ്റൊക്കെ പറഞ്ഞിരുന്ന പോലെ നാം കൽപ്പന പുറപ്പെടുവിക്കുന്നു എന്നൊക്കെ പറയുന്നു. ജംഇൻ്റെ പദം ഉപയോഗിക്കാനുള്ള കാരണം അറബി ഭാഷയിൽ പ്രയോഗമുണ്ട്. ഖുൽന, നാം പറഞ്ഞു. ഖുൽന ഇഹ്ബിതു മിൻഹ. ഇഹ്ബിതു രണ്ടാമത്തെ തവണയാണ് വാക്ക് ആവർത്തിക്കുന്നത്. ഇഹ്ബിതു താഴേക്ക് ഇറങ്ങിപ്പോവുക. ഇഹ്ബിതു മിൻഹ അവിടെ നിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശം മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു ഈ രണ്ട് കൽപ്പനയും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കൽപ്പനയാണ്. ചിലർ പറഞ്ഞു ഇല്ല, ഹുബൂത്ത് രണ്ടാണ്. ഒന്നാമത്തേത് അൽ ഹുബൂത്തു മിനൽ ജന്ന, രണ്ട് അൽ ഹുബൂത്തു മിനസ്സമാ. ഒന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള കൽപ്പനയാണ്, രണ്ടാമത്തേത് ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പുറത്തിറങ്ങാനുള്ള കൽപ്പനയാണ്. ഖുൽന ഹ്ബിതു മിൻഹ ജമീഅൻ. ജമീഅൻ നിങ്ങളെല്ലാവരും. അത് തൗക്കീദിനു വേണ്ടിയാണ്, ഊന്നി പറയുന്നതിന് വേണ്ടിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ന വാക്ക് അവിടെ ഉണ്ട്. ഇഹ്ബിതു എന്ന് പറയുന്നിടത്ത് തന്നെ നിങ്ങൾ എന്ന വാക്കുണ്ട്. ഇഹ്ബിതു നിങ്ങൾ പുറത്തു പോവുക. വീണ്ടും ജമീഅൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞത് ആവർത്തനം തൗക്കീദിനു വേണ്ടിയാണ്. ആവർത്തനം തൗക്കീദിനു വേണ്ടി. ഒരു കാര്യം രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ തൗക്കീദാണ്. ഇവിടെ പല രൂപത്തിൽ തൗക്കീദ് വരാം. ഇവിടെ ഇഹ്ബിതു മിൻഹ ജമീഅൻ നിങ്ങളെല്ലാവരും ഇവിടെ പോകുന്ന വിധത്തിൽ ഇവിടെ നിന്ന് പുറത്തു പോകണം. നിങ്ങളെല്ലാവരും പുറത്തു പോവുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ച കാര്യമാണ്. ഇവിടെ നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം ആരാണ്? ചിലർ പറഞ്ഞു അല്ലാഹു അലം ആദമും ഹവ്വാഉം ഇബ്ലീസുമാണ്. കാരണം ഇഹ്ബിതു എന്നാണ് പറഞ്ഞത്. ഇഹ്ബിതു എന്ന വാക്ക് രണ്ടിൽ കൂടുതൽ ആളുകൾക്കാണ് പറയാം. വേറെ ചിലർ പറഞ്ഞു സൂറത്തു ത്വഹായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല ഇഹ്ബിതാ മിൻഹ ജമീഅൻ ബഅദുകും ലിബഅദിൻ അദു. സൂറത്തു ത്വഹായിലെ 123-ാമത്തെ ആയത്തിൽ രണ്ടുപേരോടായി പറഞ്ഞിട്ടുണ്ട്. ഖാല ഇഹ്ബിതാ ഇഫ്അല എന്ന വസ്ന. ഇഹ്ബിതാ നിങ്ങൾ രണ്ടുപേരും പുറത്തു പോവുക. മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു ഇഹ്ബിത എന്നത് ആദമിനോടും ഹവ്വാഇനോടുമുള്ള കൽപ്പനയാണ്. കാരണം രണ്ടുപേരോട് എന്ന് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അറബി ഭാഷയിൽ ചർച്ചയുണ്ട്. അഖല്ലുൽ ജംഇ ഏതാണ്? അഖല്ലുൽ ജംഇ ബഹുവചനം എന്ന് പറയാവുന്നത് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ പദവി എത്രയാണ്? ചിലർ പറഞ്ഞു രണ്ടാണ്, ചിലർ പറഞ്ഞു രണ്ടിൽ കൂടുതലാണ്. രണ്ടാണെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു ഇവിടെ ഉദ്ദേശം ഇഹ്ബിതു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം രണ്ടാളുകൾ തന്നെയാണ്. ആരാണ്? ആദമും ഹവ്വാവും. ചിലർ പറഞ്ഞു അല്ല, ആദമും ഇബ്ലീസുമാണ്. ഹവ്വാ ആദമിനോട് പറഞ്ഞ കൽപ്പനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ കാണാവുന്നതാണ്. ഖുൽന ഹ്ബിതു മിൻഹ ജമീഅൻ നിങ്ങളെല്ലാവരും അവിടുന്ന് പുറത്തു പോവുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ. ഫഇമ്മാ എന്നത് പുതിയ സെൻറ്റൻസ് ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്, ഇസ്തിഅനാഫിന് വേണ്ടി. ഇത് പുറത്തു പോകാൻ പറഞ്ഞു. ഇനിയുള്ള കാര്യം, അടുത്ത പുതിയ കാര്യം പറയാനുള്ളത് എന്താണ്? ഫഇമ്മ ഇൻ പ്ലസ് മ, അതാണ് ഇമ്മ. അതാണ് ഇമ്മ എന്നായി തീർന്നത്. ഇന്ന് പറഞ്ഞാൽ എന്താ? ആയാൽ. ഇത് ഈ യഅതിയന്നകും മിന്നി ഹുദൻ. ഈ യഅതി വന്നെത്തിയാൽ, ഈ യഅതിയന്നകും മിന്നി ഹുദൻ. മ അവിടെ അറബിയിൽ പറയും സായിദത്താണെന്ന് പറയും. തൗക്കീദാണ് അവിടെ ഉദ്ദേശം. ഭാഷാപരമായ ചർച്ച കൂടുതൽ നമ്മൾ പോകുന്നില്ല. ഫഇമ്മ യഅതി എന്ന് പറഞ്ഞാൽ എന്താ?
മുദാരിയാണ്, മുദാരിയാണ്. എൻ്റെ മാതിര അറ്റ, അറ്റ യഅതി. യഅതി എന്ന് പറഞ്ഞാൽ വരിക, ഈ യഅതി വന്നെത്തിയാൽ. യഅതിയന്ന അതേതാ? അത് തൗക്കീദാണ്, നൂൻ തൗക്കീദ് തഖീലല്ലത്. യഅതിയന്ന ഫഇമ്മ യഅതിയന്ന, നിങ്ങൾക്ക് എത്തുക തന്നെ ചെയ്താൽ, നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്താൽ. ഈ യഅതിയന്നകും, നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്താൽ. ഫഇമ്മ യഅതിയന്നകും മിന്നി, എന്നിൽ നിന്ന്. ആരിൽ നിന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്. മിന്നി ഹുദൻ, ഹുദ സന്മാർഗം. എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വന്നെത്തിയാൽ, അത് എപ്പോൾ വന്നെത്തണം? അവിടെ ഇമ്മ എന്ന വാക്ക് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഇമ്മ എപ്പോഴെല്ലാം എത്തുന്നു എന്ന അർത്ഥമാണ് അതിലുള്ളത്. നിങ്ങൾക്ക് എത്തിയാലൊക്കെ, അത് എവിടെ എത്തിയാലും എപ്പോൾ എത്തിയാലും, എപ്പോൾ എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തിയാലും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചവനാണെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് വന്നെത്തിയാൽ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ വാക്കിൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ള വേറെ ഒരു ഉപദേശം കൂടിയുണ്ട്. എന്താ? ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് ഒരു ഹുദ വന്നെത്തിയാൽ, അത് എപ്പോൾ വന്നെത്തിയാലും, അള്ളാഹു പറഞ്ഞതാണ് എന്ന് അറിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ ലഭിച്ചാലും, നിങ്ങൾ മുസ്ലിമായി 10 കൊല്ലം കഴിഞ്ഞു, 15 കൊല്ലം, 20 കൊല്ലം, 40 വയസ്സായി, നിങ്ങൾക്ക് 70 വയസ്സായി, അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോൾ നിങ്ങൾക്ക് വന്നെത്തിയാലും എന്ത് ചെയ്യണം? സ്വീകരിക്കണം. നോക്കൂ, അവിടുത്തെ പ്രയോഗം വളരെ കൃത്യമാണ്. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ എന്നാണ് പറഞ്ഞത്. അത് നക്കിറയാണ്, അലിഫ്ലാമില്ല. ഫഇമ്മ യഅതിയന്നകും മിന്നിൽ ഹുദ എന്നല്ല. എന്നിൽ നിന്ന് ഒരു ഹുദ, ഒരു സന്മാർഗം എപ്പോൾ നിങ്ങൾക്ക് വന്നെത്തുന്നോ, എവിടെ വെച്ച് നിങ്ങൾക്ക് വന്നെത്തുന്നോ, ഫി അയ്യി സമാനിൻ വ അയ്യി മക്കാൻ, ഏത് സ്ഥലത്താകട്ടെ, ഏത് നാട്ടിലാകട്ടെ, ഏത് അവസ്ഥയിലാകട്ടെ, എപ്പോഴാകട്ടെ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു ഹുദ വന്നെത്തിയാൽ, നിങ്ങൾ പ്രയാസത്തിലാകട്ടെ, സന്തോഷത്തിലാകട്ടെ, സമ്പത്തിലാകട്ടെ, ദാരിദ്ര്യത്തിലാകട്ടെ, എപ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു ഹുദ വന്നെത്തിയാൽ, എന്നിൽ നിന്നുള്ള ഒരു സന്മാർഗം വന്നെത്തിയാൽ അത് നിങ്ങൾ സ്വീകരിച്ചിരിക്കണം. നമുക്ക് ആ പ്രയോഗം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ വാക്ക് എല്ലാ കാലഘട്ടത്തിലേക്കും, എല്ലാവർക്കും, അവരുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലേക്കും ബാധകമാണ്. കേവലം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, മറിച്ച് ഏതു കാലഘട്ടത്തിലാകട്ടെ, ഏതു സന്ദർഭത്തിലാകട്ടെ, ഫഇമ്മ നിങ്ങൾക്ക് വന്നെത്തുകയാണെങ്കിൽ, ഞാൻ പറയലേ ഇന്നെൻ്റെ ആയാൽ, ഈ യഅതി വന്നെത്തിയാൽ, യഅതിയന്നകും നിങ്ങൾക്ക് വന്നെത്തിയാൽ, മിന്നി എന്നിൽ നിന്ന്, ഹുദ. നോക്കൂ, അലിഫ്ലാമില്ല അവിടെ. ഇൻഷാ അല്ലാഹ് നഹ്വിൽ പഠിക്കുന്നത് അലിഫ്ലാം വരുമ്പോഴും അലിഫ്ലാം ഇല്ലാതെ ആകുമ്പോൾ അർത്ഥ വ്യത്യാസം. ഹുദ എന്ന് പറഞ്ഞാൽ അയ്യ ഹുദ, എന്തൊരു ഹുദ വന്നെത്തിയാലും, മുഴുവൻ കിട്ടണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം എന്ന കൽപ്പന വന്നെത്തി, ഓക്കെ, അത് നിങ്ങൾ സ്വീകരിച്ചു. പിന്നീട് ഒരിക്കൽ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് അറിയുന്ന ഹുദായുടെ സന്മാർഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് പിന്നീട് കൂടുതലായി കിട്ടി, എപ്പോൾ സ്വീകരിച്ചിരിക്കണം. എന്ത് എപ്പോൾ വന്നെത്തിയാലും എന്നിൽ നിന്നുള്ളതാണെങ്കിൽ സ്വീകരിക്കൽ നിർബന്ധമാണ്. ആ അർത്ഥം അവിടെ ഉണ്ട്. മനസ്സിലായി? എന്താ പറഞ്ഞേ? ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ, നിങ്ങൾക്ക് എപ്പോൾ എന്നിൽ നിന്ന് ഒരു ഹുദ, ഒരു സന്മാർഗം വന്നെത്തിയാൽ. ഹുദ എന്ന വാക്ക് ഖുർആനിൽ പലയിടത്തും, നിങ്ങൾ സൂറത്തുൽ ബഖറയിൽ ഈ സൂചന പലയിടത്തും ഉണ്ട്. തുടങ്ങിയത് എവിടെ വെച്ചിട്ടാണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആയത്തിൻ്റെ തുടക്കത്തിൽ ദാലിക്കൽ കിതാബ് ലാ റൈബ ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ പിന്നെ ഖുർആനിൽ ഉപമകളെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലേ, യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ, ഹുദ എന്ന പരാമർശം പലതവണ ഇവിടെ ആവർത്തിക്കുന്നു. മനുഷ്യരുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഈ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് എപ്പോഴെല്ലാം ഒരു ഹുദ, സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തുന്നുവോ, ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ, ഫമൻ അപ്പോൾ
ആ ഹുദ വന്നെത്തിയാൽ, ഈ ഫമഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് എപ്പോഴെല്ലാം ഒരു ഹുദ വന്നെത്തുന്നുവോ അപ്പോൾ ആ ഹുദ സ്വീകരിക്കുന്നത് രണ്ട് തരം ആൾക്കാരായിരിക്കും. ഫമൻ തബിഅ ഹുദായ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അടുത്ത ആയത്തിലോ ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫിഹാ ഖാലിദൂൻ. നോക്കൂ, ഹുദായോടുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിനോട് രണ്ട് വിഭാഗം ജനങ്ങളുടെ സമീപനമാണത്. ഒരു വിഭാഗം ഫമൻ തബിഅ ഹുദായ്, എൻ്റെ ഹിദായത്ത് സ്വീകരിക്കുന്നവരാണ്, അവർക്കുള്ള പ്രതിഫലം ഇന്നേതാണ്. അടുത്ത ആയത്ത് ആ ഹുദ നിഷേധിക്കുന്നവരാണ്. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫിഹാ ഖാലിദൂൻ. അപ്പോൾ നമുക്ക് ആ ആയത്തിന് രണ്ട് വശങ്ങളുണ്ട്. എൻ്റെ അടുത്തു നിന്നുള്ള ഹിദായത്ത് വന്നെത്തിയാൽ ഒന്നല്ലെങ്കിൽ ഫമൻ തബിഅ ഹുദായ്, ഫമൻ അപ്പോൾ ആരൊരാൾ, മൻ എന്ന് പറഞ്ഞാൽ ഏതൊരാൾ, ഫമൻ ഏതൊരാൾ തബിഅ പിൻപറ്റുക. തബിഅ എന്ന് പറഞ്ഞാൽ പിറകിൽ നടക്കുന്ന തബിഅ എന്നറിയാം. തബിഅ എന്നതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ പിന്തുടർച്ചക്കാണ് ഇത്തബഅ എന്ന് പറയുക. രണ്ട് രൂപത്തിലും ഈ ആയത്ത് വന്നിട്ടുണ്ട്. ഫമൻ തബിഅ എന്നും വന്നിട്ടുണ്ട്, ഇത്തബഅ എന്ന് വന്നിട്ടുണ്ട്. ഇത്തബഅ എവിടെ വന്നത്? സൂറത്ത് താഹയിൽ തന്നെയാണ് ഇത്തബഅ എന്നത് വന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ, ഫലാ യദില്ലു വലാ യഷ്ഖ. ആയത്ത് എവിടെയാണ് വന്നത്? സൂറത്തു താഹയിലെ 123-ാമത്തെ ആയത്തിൽ. ഇതിന് സമാനമായ ആയത്താണത്. ആ ആയത്തിൽ ഇതേ വാക്ക് ഇതേപോലെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അവസാനം മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ. ഈ ആയത്തിൻ്റെ നേരെ സമാനമായ ആയത്ത് എവിടെയുണ്ട്? താഹയിലുണ്ട്. മാത്രമല്ല ഈ ആയത്തിൽ പറഞ്ഞത് ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് വിശദീകരിക്കാം. ഫമൻ തബിഅ ആരെങ്കിലും പിൻപറ്റിയാൽ, സാധാരണ അറബി ഭാഷാ പ്രയോഗങ്ങൾ, ഇത് ഒരു പൊതുവായ പ്രയോഗം, തൊട്ടു മുൻപ് ഒരു കാര്യം അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഫമൻ തബിഅ എന്തിനാണ് പിൻപറ്റേണ്ടത്? ഹുദായ. ഈ ഹുദായ എന്ന വാക്ക് എത്രാമത്താണ് ഇപ്പോൾ ഈ ആയത്തിൽ തന്നെ വരുന്നത്? രണ്ടാമത്താണല്ലോ ഇത്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എൻ്റെ അടുത്ത് നിന്നുള്ള ഹുദ വന്നെത്തിയാലും തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. പൊതുവെയുള്ള പ്രയോഗശൈലി ഒരു കാര്യം തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദമീർ ഉപയോഗിക്കലാണ്. ദമീർ എനിക്കറിയാമല്ലോ അല്ലേ, ഹുവ എന്നൊക്കെ പറയുന്നത്. ഫമൻ തബിഅഹു എന്ന് പറഞ്ഞാൽ മതി. ചുരുക്കാൻ ഇഖ്തിസാറായി ചുരുങ്ങിയ വാക്കുകൊണ്ട് കാര്യം കഴിയും. പക്ഷെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല? ഫമൻ തബിഅഹു എന്ന് പറഞ്ഞാൽ ചുരുങ്ങി, ആയത്ത് ചുരുങ്ങി, വാക്കുകൾ ചുരുക്കലാണ് പൊതുവേ ഉള്ള ശൈലി. പൊതുവേ ഭാഷാ ഭംഗി വാക്കുകൾ ചുരുക്കുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുക്കിയിട്ടല്ല അവിടെ പറഞ്ഞു, വിശദമായി തന്നെ പറഞ്ഞു. ഫമൻ തബിഅ ഹുദായ, എൻ്റെ സന്മാർഗത്തെ ഒരാൾ പിൻപറ്റിയാൽ. മുഫസ്സിരീങ്ങൾ പറഞ്ഞു രണ്ട് കാരണമാണിത് ഇവിടെ ഉദ്ദേശമുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഹിദായത്ത്, അവൻ്റെ പക്കൽ നിന്നുള്ള സന്മാർഗം രണ്ട് തവണ ആവർത്തിച്ചു പറഞ്ഞത് അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ചുരുക്കി പറയുന്നതിന് പകരം ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചത് ആ വിഷയം അത്ര ഗൗരവമുള്ളതാണ്. അതായത് ചുരുക്കി പറയേണ്ട ഒരു കാര്യമല്ല, പരത്തി തന്നെ പറയേണ്ട കാര്യമാണ്. വീണ്ടും നിങ്ങൾ ഓർക്കേണ്ട കാര്യം എൻ്റെ ഹുദ, എൻ്റെ പക്കൽ നിന്നുള്ള സന്മാർഗം. അപ്പോൾ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം ഫമൻ തബിഅ ഹുദായ എന്ന് പ്രത്യേകം പറയാനുള്ള രണ്ടാമത്തെ കാരണം ഷെയ്ഖ് സാമി സുഖൈർ അദ്ദേഹത്തിൻ്റെ ദർസിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഹിദായത്ത് ചേർത്തി പറയുന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവിൽ നിന്നു മാത്രമാണ് ഹിദായത്ത് വന്നെത്തുന്നത്, ഹുദ വന്നെത്തുന്നത് എന്നത് പ്രത്യേകം വീണ്ടും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ, എൻ്റെ ഹുദ. ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ല, സൃഷ്ടികൾ കൈകടത്തിയതാവാൻ പാടില്ല, എൻ്റെത് തന്നെ ആയിരിക്കണം.
എൻ്റെ അടുത്തുനിന്ന് വന്നു, പിന്നെ അതിൽ മനുഷ്യന്മാർ കൂട്ടിക്കടത്തൽ നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ പിൻപറ്റണോ? അല്ല, യഹൂദ മതവും നസ്രാനി ദീനും ഒക്കെ വന്നെത്തിയതിൻ്റെ അസൽ എവിടുന്നാണ്? അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. പക്ഷെ പിന്നീട് അതിൽ ജനങ്ങൾ പലതും കൂട്ടിക്കടത്തിയിട്ടുണ്ട്. അത് എൻ്റെ ഹുദയല്ല, അത് എൻ്റെ പക്കൽ നിന്നുള്ളതല്ല, എൻ്റെ പക്കൽ നിന്നുള്ളതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഫമൻ തബിഅ ഹുദായ, വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള ഹുദായാണ് പിൻപറ്റേണ്ടത് എന്ന കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഫമൻ തബിഅ ഹുദായ, അത് ഷർത്താണ്. മുന്നേ പലതവണയില്ലേ പറയുന്നത് ഷർത്ത് ജവാബ്. ഫമൻ തബിഅ ഹുദായ, ആരെങ്കിലും എൻ്റെ സന്മാർഗം പിൻപറ്റിയാൽ ശരി, അവൻ എന്താ ലഭിക്കാൻ പോകുന്നത്? ഫലാ ഖൗഫുൻ അലൈഹിം, ഫലാ അവനും ഉണ്ടാവുകയില്ല, ലാ ഖൗഫുൻ ഒരു ഭയവും അവനുണ്ടാവുകയില്ല. ഖൗഫ് എന്നത് പൊതുവെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പേടിക്കാണ് അറബിയിൽ ഖൗഫ് എന്ന് പറയുക. അപ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് അവർ പേടിക്കേണ്ടതില്ല. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടതില്ല. വലാഹും, വീണ്ടും അവരെക്കുറിച്ച് വീണ്ടും പറയണം, വലാഹും അവരെന്ത് ചെയ്യേണ്ടത് കൂടിയില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുക വേണ്ടതുമില്ല, അതും വേണ്ടതില്ല. ദുഃഖം പൊതുവെ എന്തിനാ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്താണ് ദുഃഖമുണ്ടാവുക. അവർക്ക് ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് അവർ ദുഃഖിക്കേണ്ടതില്ല. ഭാവിയിൽ ഇനി എന്തെങ്കിലും ഒരു ഭയപ്പെടുത്തേണ്ട കാര്യം പരലോകത്ത് ഉണ്ടാകുമെന്ന് അവർ പേടിക്കേണ്ടതുമില്ല. ഭാവിയും സുരക്ഷിതമാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട, അതും പരിഹരിക്കപ്പെടും. അപ്പോൾ ഖൗഫും ഹുസ്നും പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഖൗഫ് ലിമാ ഇസ്തഖ്ബിൽ, ഹുസ്ന് ലിമാ മദ, കഴിഞ്ഞുപോയതിനെക്കുറിച്ചുള്ള ദുഃഖമാണ് ഹുസ്ന്, വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പേടിയാണ് ഖൗഫ്. ഖുർആനിലിത് പല വിശുദ്ധ ഖുർആൻ 10-ലധികം തവണ ഇതേ പ്രയോഗം വന്നിട്ടുണ്ട്. ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. സൂറത്തുൽ ബഖറയിൽ തന്നെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ പല സ്ഥലത്ത് ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ഹോംവർക്ക് പോലെ വേണമെങ്കിൽ നമുക്ക് അടുത്ത ദർശനം വേണ്ട, നമുക്ക് ഈ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന ആയത്തുകൾ എവിടേക്കാണ് വന്നത് എന്ന് സൂറത്തുൽ ബഖറ ഒന്ന് ഓതിയിട്ട് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ബഖറ ഓതി നോക്കുക. എന്നിട്ട് ഈ വാക്ക് എവിടെയൊക്കെ വന്നിട്ടുണ്ട്, കാരണം ആ വാക്ക് എവിടെയൊക്കെ വന്നു എന്നതിൽ ബഖറയിലെ മുഴുവൻ ഈ വാക്കുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഫമൻ ഇത്തബഅ ഹുദ എന്നതിൻ്റെ അർത്ഥം എന്താണ്. ഇത്തിബാഉൽ ഹുദ എങ്ങനെയാണ് വേണ്ടത്, സന്മാർഗം പിൻപറ്റേണ്ടത് എങ്ങനെയാണ്, അത് ഈ വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന ഭാഗം വന്ന ആയത്തുകൾ മുഴുവൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യം ചെയ്താൽ ഈ പറഞ്ഞ ഇത്തിബാഉൽ ഹുദ, സന്മാർഗം പിൻപറ്റുക എന്നത് സംഭവിക്കുന്നതാണ്. ഖുർആൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടൊരു കാര്യമാണിത്. ഖുർആൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു വെക്കും, പിന്നെ അതിൻ്റെ വിശദീകരണം പല സ്ഥലങ്ങളിലായി ചെതറിക്കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടി ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേറെ അർത്ഥം കിട്ടും. നേർക്ക് നേരെ ആയത്ത് നോക്കിയാൽ മാത്രം ലഭിക്കാത്ത ഒരർത്ഥം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫമൻ തബിഅ ഹുദായ എന്നാണ് ഇവിടെ ഉള്ളത്, ഫമൻ ഇത്തബഅ ഹുദായ എന്നാണ് സൂറത്ത് ത്വാഹയിലുള്ളത്. തബിഅയും ഇത്തബഅയും തമ്മിൽ വ്യത്യാസമുണ്ട്. തബിഅ കേവലം പിറകിൽ നടക്കലാണ്, ഇത്തബഅ എന്നത് പരിപൂർണമായ പിൻപറ്റലാണ്, എല്ലാ നിലക്കുമുള്ള പരിപൂർണമായ പിൻപറ്റലാണ്. അങ്ങനെ ചില പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് രണ്ടിനും പറഞ്ഞ പ്രതിഫലം വ്യത്യസ്തമാണ്. ഇൻഷാ അല്ലാഹ് ഇനി പറയാനുള്ളത് പോലെ. അപ്പോൾ എന്ത് ആയത്തിൽ പറഞ്ഞത്? ഖുൽനാ, നാം പറഞ്ഞു, ഇഹ്ബിതു മിൻഹാ ജമീഅൻ, നിങ്ങളിവിടുന്ന് എല്ലാവരും പുറത്തേക്ക് പോവുക, ഇറങ്ങിപ്പോവുക. മിമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ, എൻ്റെ അടുത്തുനിന്ന് ഒരു സന്മാർഗം വന്നെത്തിയാൽ, ഫമൻ തബിഅ ഹുദായി, എൻ്റെ ഹുദ സന്മാർഗം ഒരാൾ പിൻപറ്റുകയാണെങ്കിൽ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർ പേടിക്കേണ്ടതില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. നോക്കൂ, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഖാല അല്ലാഹു ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിൻ്റെ അർത്ഥം ഖാല അല്ലാഹു ലഹും, അല്ലാഹു അവരോട് പറഞ്ഞു, ഇഹ്ബിതു മിനൽ ജന്നതി ജമീഅൻ, ഇഹ്ബിതു പുറത്തു പോവുക, മിനൽ ജന്നതി സ്വർഗത്തിൽ നിന്ന്. ഇപ്പോൾ തഫ്സീറിലെ കൗല് പ്രകാരം മുന്നേ പറഞ്ഞതുപോലെ മുഫസ്സിരീങ്ങൾ പലരും 2 ഹുബൂത്തും ഒന്ന് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് തഫ്സീറുകളിലൊക്കെ ഉള്ളത് 2 ഹുബൂത്ത്, 2 കൽപ്പന. ഇഹ്ബിതു എന്ന് പറഞ്ഞ് 2 സ്വർഗത്തിൽ നിന്നാണ് എന്നാണ് പല മുഫസ്സിരീങ്ങളുടെ കൗല്. എന്നാൽ ഇബ്നു ഖയ്യിമിനെ പോലുള്ള ചിലർ പറഞ്ഞു അല്ല, 2 ഹുബൂത്തും വേറെ തന്നെയാണ്, ഒന്ന് സ്വർഗത്തിൽ നിന്നും മറ്റൊന്ന്
ആകാശലോകത്തു നിന്നും. اهبطوا من الجنة جميعا وسيأتيكم أنتم وذرياتكم المتعاقبة ما فيه هدايتكم إلى الحق وسيأتيكم വരുന്നു. യത്തി തന്നെ വന്നു എന്നല്ലല്ലോ, മാതിയല്ലല്ലോ, യത്തി വരും, വന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം മുതാരി ആയ ഫേലിന് 2 അർത്ഥസാധ്യത ഉണ്ട്. ഏതൊക്കെ? നിലയിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസൻറ്റ്. ഇപ്പോൾ സംഭവിക്കുന്നല്ലേ, സീന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായി. ഷയഅത്തി എന്ന് പറഞ്ഞാൽ വരും. വശയഅതീക്കും നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. വശയഅതീക്കും അൻതും. അപ്പോൾ ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആദം മാത്രമാണോ? അല്ല. അതാണ് തഫ്സീറിൽ അത് വേറിട്ട് പറഞ്ഞത്. വശയഅതീക്കും നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം അൻതും വദുർരിയാത്തുക്കും എന്നതാണ്. അൻതും വദുർരിയാത്തുക്കും, അൻതും നിങ്ങൾ, അതുപോലെ തന്നെ വദുർരിയാത്തുക്കും, ദുർരിയ സന്താനങ്ങൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വന്നെത്തുന്നതാണ്. ശരി, അവിടെ ഫാഇൽ ഏതാണ്? മഫ്ഊൽ ഏതാണ്? സയഅതീക്കും അതിൽ ഫാഇൽ ഏതാണ്? അഹ്സൻത്, സന്മാർഗം ഫാഇലാണ്. സയഅതി സന്മാർഗം വന്നെത്തും, അതാണ് ഫാഇൽ. മഫ്ഊൽ ഏതാണ്? അൻതും. അഹ്സൻത്, അൻതും വദുർരിയാത്തും, അതാണ് മഫ്ഊൽ, നിങ്ങൾക്ക് വന്നെത്തുക. അൽ മുതആഖിബ, മുതആഖിബ എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്നവർ. അഖീബ് എന്ന് പറഞ്ഞാൽ മടബിന് പറയും. തആഖബ എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി വരും, പിറകിൽ വരുന്ന ആൾക്കാർ. നിങ്ങൾക്ക് പിറകിൽ വരുന്ന നിങ്ങളുടെ സന്താനങ്ങൾ അവർക്കും വന്നെത്തും. ഫായിലായതുകൊണ്ട് ദുർരിയാത്തു എന്ന് പറയണം. പക്ഷേ ദുർരിയാത്തിക്കും എന്ന് പറയണം. മഫ്ഊലായതുകൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ദുർരിയാത്തിക്കും എന്നാണ്. പക്ഷേ യതീക്കും അൻതും വദുർരിയാത്തിക്കും, ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റാണ്. പക്ഷേ യതീക്കും അൻതും വദുർരിയാത്തിക്കും അൽ മുതആഖിബതി മാ ഫീഹി ഹിദായത്തുക്കും ഇലൽ ഹഖി, നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. എന്ത് വന്നെത്തും? മാ ഫീഹി, ഒരു കാര്യം, ഫീഹി അതിലുണ്ട്, ഹിദായത്തുക്കും നിങ്ങൾക്കുള്ള ഹിദായത്ത് സന്മാർഗം, ഇലൽ ഹഖി സത്യത്തിലേക്കുള്ള സന്മാർഗം കാണിച്ചു നൽകുന്ന കാര്യം അതിലുണ്ടായിരിക്കും. ഏതവിടെ ഉദ്ദേശം? നബിമാർ, കിതാബുകൾ, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശം. അള്ളാഹുവിൽ നിന്നുള്ള റസൂലുകൾ വന്നെത്തും, കിതാബുകൾ വന്നെത്തും. ഫമൻ അമില ബിഹ, ഫമൻ അപ്പോൾ ആരെങ്കിലും, അമില ബിഹ അത് പ്രാവർത്തികമാക്കിയാൽ, ബിഹ എന്ന് പറഞ്ഞാൽ ഫമൻ അമില ബേഷ് ബിൽ ഹിദായ. ഫമൻ അമില ബി അൽ ഹിദായ, ആ ഹിദായത്ത് ഒരാൾ പ്രാവർത്തികമാക്കിയാൽ, ഫലാ ഖൗഫുൻ അലൈഹിം അവർക്കുമേൽ യാതൊരു ഭയവുമില്ല, ഫീമാ യസ്തഖ്ബിലൂനഹു മിൻ അംറിൽ ആഖിറ, ഫീമാ യസ്തഖ്ബിലൂൻ ഭാവിയിൽ വരാനിരിക്കുന്നത്, അവരെ ഭാവിയിൽ നേരിടാനിരിക്കുന്ന കാര്യം. മിൻ അംറിൽ ആഖിറ, ഭാവിയിൽ വന്നെത്തുന്ന ഏതാണ്? ആഖിറത്ത്. ആഖിറത്തിൽ വന്നെത്താനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഭയമുണ്ടാകേണ്ടതില്ല. ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹ് അവതരിപ്പിച്ച് പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ പരലോകത്തെക്കുറിച്ച് പേടിക്കേണ്ട, അങ്ങനെ പരലോകത്ത് രക്ഷയുണ്ട്. വലാഹും യഹ്സനൂന അലാ മാ ഫാതഹും മിൻ ഉമൂരി ദുനിയ, വലാഹും അവരല്ല, യഹ്സനൂൻ, ഹസനൂൻ ദുഃഖിക്കുന്നവരല്ല, അലാ മാ ഫാതഹും, ഫാത 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 അല്ല, അസ്സലാത്തുൽ ഫായിത എന്നറിയും, നഷ്ടപ്പെട്ട നിസ്കാരത്തിന്. ഫാത്ത നഷ്ടപ്പെട്ട നിസ്കാരത്തിന് എന്താ പറയുക? അസ്സലാത്തുൽ ഫായിത എന്നറിയും. അലാമ ഫാതഹും അവർക്ക് നഷ്ടമായത്, അലാമ ഫാതഹും മിൻ ഉമൂരി ദുനിയ, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരതിൽ ദുഃഖിക്കുന്നില്ല. കാരണം എന്താ? പരലോകത്ത് അള്ളാഹ് അതിന് പകരം നൽകും. പരലോകത്തെക്കുറിച്ച് അവർ
പേടിക്കേണ്ടതില്ല. എങ്ങനെ പേടിക്കേണ്ടതില്ല? എത്രമാത്രം അള്ളാഹുവിനെ പിൻപറ്റുന്ന അത്രയും പേടി കുറയും. ഇത്തിബാഅ് എത്ര പൂർണ്ണമാണോ അത്രയും പേടി കുറയും. പേടി പറയാന്ന് പറഞ്ഞാൽ പരലോകത്ത് അള്ളാഹു അമ്ന് നൽകും. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ ധൈര്യത്തിൽ അവന് പരലോകത്ത് നിൽക്കാം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹും അൽ അംനു വഹും മുഹ്തദൂൻ. ഈ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അതിക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവർ അവർക്ക് പരിപൂർണ്ണ നിർഭയത്വം ഉണ്ടായിരിക്കും. അപ്പോൾ ഈമാൻ അതിൽ ദുൽമ് എത്രമാത്രം കലരാതിരിക്കുന്നോ അത്രയും നിർഭയത്വം ഉണ്ടായിരിക്കും. ദുൽമ് കുറച്ച് കലർന്നാലോ കുറച്ച് ഭയം ഉണ്ടായിരിക്കും. കൂടുതൽ കലർന്നതിനനുസരിച്ച് ഭയം കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫമൻ തബിഅ ഹുദായ അല്ലെങ്കിൽ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് ഹുദ വന്നെത്തിയാൽ. ഈ ഹുദ എന്താണ്? ഖുർആനിൽ പലയിടത്തും അത് അള്ളാഹു വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്താണ് ഈ ഹുദ എന്ന്? ഖുർആൻ ഹുദായാണ്. ഖുർആൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. നോക്കൂ, അപ്പോൾ തുടക്കത്തിൽ ഖുർആൻ ഹുദയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആകട്ടെ എൻ്റെ അടുത്തുനിന്ന് വന്ന ഹുദ പിൻപറ്റണം എന്നും കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ എന്ത് വായിക്കാം? ഖുർആൻ ഇത്തിബാ ചെയ്യുക എന്നുള്ളത് ബാധ്യതയാണ്. ഖുർആൻ ഒരാൾ പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും. എങ്ങനെ മനസ്സിലായത്? ഖുർആൻ തുടക്കത്തിൽ പറഞ്ഞു ഖുർആൻ ഹുദയാണ് എന്ന്. ഇവിടെ പറയുന്നു അള്ളാഹുവിൻ്റെ ഹുദ പിൻപറ്റിയാൽ പേടിക്കേണ്ടതില്ല. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ എന്ത് വായിക്കാം? ഖുർആൻ ഒരാൾ പിൻപറ്റുകയാണെങ്കിൽ അവന് ഭയക്കേണ്ടതില്ല എന്ന അർത്ഥം അതിന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവിടുന്ന് സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നക ലതഹ്ദി വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തി മുസ്തഖീം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദയാണ്. അവിടുത്തെ പിൻപറ്റുക എന്നുള്ളത് ഇതിൽ പെട്ടതാണ് എന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആയത്ത് എന്തിനുള്ള തെളിവാണ്? ഒരാൾക്ക് ഹുദ വന്നെത്തിയിട്ടില്ല എന്ന് വിചാരിക്കും. അള്ളാഹുവിൽ നിന്നുള്ള ഹുദ ഒരാൾക്ക് എത്തിയില്ല, അങ്ങനെ മൊത്തം ജനങ്ങൾക്കല്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എത്തിയില്ല എന്ന് വിചാരിക്കും. എങ്കിൽ അവൻ എന്തേയില്ല, സന്മാർഗം പിൻപറ്റാത്തതിന് അവൻ ശിക്ഷിക്കപ്പെടുകയില്ല. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് ഒരാൾക്ക് വന്നെത്താത്ത അത് ലഭിക്കാതെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എന്തല്ല, അവന് അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷിക്കപ്പെടുകയില്ല. പരലോകത്ത് അവൻ എത്തിക്കഴിഞ്ഞാൽ അവന് രണ്ടാമതൊരു പരീക്ഷണം ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്ന ഈ കാലത്ത് ആദിവാസികൾ പലരും ഒരു ജനങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ദീന് എത്താൻ ഒരു വഴിയില്ല. അപ്പം അങ്ങനെ എത്താതിരിക്കുന്ന ആളുകൾ അള്ളാഹുവിൽ നിന്നുള്ള ഹുദ വന്നെത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ശിക്ഷ ബാധകമാക്കാൻ പറ്റില്ല. അവർക്ക് പരലോകത്തെത്തിയാൽ വീണ്ടും പരീക്ഷണം ഉണ്ടായിരിക്കും. ആ പരലോകത്തുള്ള പരീക്ഷണത്തിൽ അവർ വിജയിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്, പരാജയപ്പെട്ടാൽ നരകമുണ്ട്. ഇത് ഷർത്താണ്. എത്തിയന്നക്കും മിന്നി ഹുദ, എൻ്റെ അടുത്ത് ഹുദ നിങ്ങൾക്ക് വന്നെത്തിയിട്ടത് സ്വീകരിക്കാതിരുന്നാൽ അവന് നഷ്ടക്കാരനിൽപ്പെട്ടവനായിരിക്കും എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ ആയത്തിൽ മറ്റൊരു സൂചനയുള്ളത്, അള്ളാഹു പറഞ്ഞു ഫമയത്തിയന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ. സന്മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വന്നെത്തുന്ന കാര്യം മാത്രമാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. അള്ളാഹുവിൽ നിന്ന് വന്നെത്തിയത് മാത്രമേ എന്താവുന്നുള്ളൂ, ഹുദ ആകുന്നുള്ളൂ. അതിന് പുറത്തുള്ളത് ഒരിക്കലും ഹുദ ആവുകയില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത് പൊതുവെ സർവമത സത്യവാദം പറയുന്ന ആൾക്കാർ തെളിവ് പിടിക്കാറുണ്ട്. ഏതായത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമുക്ക് ആയത്ത് ശരിക്കും ഇത് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ആയത്ത് വളരെ വ്യക്തമാണ്. ആ ആയത്തിൻ്റെ അവസാനത്തിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് സ്വീകരിക്കണം. ഇപ്പോൾ യഹൂദർ മൂസാ നബി വന്ന കാലത്ത് മൂസാ നബിയെ പിൻപറ്റിയ യഹൂദരാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം
നസാറാക്കൾ ഈസാ നബി വന്നെത്തിയ കാലത്ത് ഈസാ നബിയെ പിൻപറ്റിയവരാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം. മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ വന്നെത്തിയതിന് ശേഷമാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം. അതല്ലാതെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് സ്വീകരിച്ചാൽ അവർക്ക് ഫലാ ഖൗഫുൻ അലൈഹിം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഖുർആനത്തിൻ്റെ വേറെ ആയത്ത് തൊട്ട് മുൻപ് വന്ന ആയത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുർആൻ തഫ്സീർ ഖുർആൻ ബിൽ ഖുർആൻ, ഖുർആനിനെ തഫ്സീർ ചെയ്യാൻ ഏറ്റവും അർഹമായത് ഏതാണ്? ഖുർആൻ തന്നെയാണ്. ശുദ്ധ ഖുർആനിനെ ഖുർആൻ കൊണ്ടാണ് തഫ്സീർ ചെയ്യേണ്ടത്. ആദ്യം ഖുർആൻ കൊണ്ടുള്ള തഫ്സീറാണ് ഈ പറഞ്ഞത്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നത് അള്ളാഹു അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിദായത്ത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണെങ്കിൽ പിന്നെ അവനോടല്ലാതെ അത് ചോദിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഈ ആയത്ത് ആദമിൻ്റെ സന്തതികളോട് അള്ളാഹു പുലർത്തിയ കരുണയും അള്ളാഹു അവരെ പരിഗണിച്ച രൂപവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരെ പുറത്തു പറഞ്ഞയക്കുമ്പോൾ പോലും അള്ളാഹു എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നത് ഒന്നും പറഞ്ഞുതരാതല്ല, നിങ്ങളെങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് യാതൊരു നിർദ്ദേശവും നൽകാതെ നിങ്ങളെ അങ്ങ് വിട്ടേക്കുകയല്ല. ഫഇമ്മയഅതിയന്നകും മിന്നി ഹുദൻ, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഹുദ സന്മാർഗം വന്നെത്തുന്നതാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ സുദ അല്ലെങ്കിൽ ഹമലൻ വെറുതെ വിട്ടതല്ല, കന്നുകാലികളെപ്പോലെ കൽപ്പനകളോ വിലക്കുകളോ ഇല്ലാതെയല്ല, മറിച്ച് നിങ്ങൾക്ക് ഏതാണ് ശരിയായ വഴി, ഏതാണ് തെറ്റായ വഴി, ഇത് വിവരിച്ച് നൽകുന്ന ഹിദായത്ത് എൻ്റെ അടുത്തുനിന്ന് വന്നെത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് പുലർത്തിയ അവൻ്റെ റഹ്മത്തിനുള്ള അവൻ്റെ അനുകമ്പക്കുള്ള തെളിവുകളിൽപ്പെട്ട ഫഇമ്മയഅതിയന്നകും മിന്നി ഹുദൻ എന്നത്. യഥാർത്ഥത്തിൽ ചില ആളുകൾ ആ ആയത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തു പോകാനാണ് കൽപ്പിച്ചത്. പക്ഷേ ആ ആയത്തിൽ എവിടെയും കാരുണ്യമില്ല എന്ന് ചിലർക്ക് തോന്നിയേക്കാം. അല്ല, ആ ആയത്ത് പുറത്തു പോകാൻ പറഞ്ഞ് ഉടനെ എന്താ പറഞ്ഞത്? എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഹിദായത്ത് വന്നെത്തുന്നതാണ്, എൻ്റെ അടുത്ത് സന്മാർഗം വന്നെത്തുന്നതാണ്. ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല, ഞാൻ നിങ്ങളെ വെറുതെ പാഴാക്കുകയില്ല. നിങ്ങൾക്കുള്ള വഴി എൻ്റെ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്, എങ്ങനെ ജീവിക്കണം, എന്താണ് നിങ്ങൾക്കുള്ള മാർഗം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ തൊട്ട് മുൻപുള്ള ആയത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശത്രുവായിട്ട് ആരുണ്ട്? ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസിനോടൊപ്പമാണ് നിങ്ങൾ ഈ പുറത്തിറങ്ങുന്നത്. ഇബ്ലീസ് എന്ന ശത്രു അവന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ നിങ്ങളെ അജ്ഞതയിൽ ഞാൻ വിട്ടേക്കുകയില്ല, മറിച്ച് എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് നിങ്ങൾക്ക് സന്മാർഗം വന്നെത്തും. നിങ്ങളുടെ ശത്രുവിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന സന്മാർഗത്തിൻ്റെ വഴി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ സൂചനകളൊക്കെ ആ പറഞ്ഞ ആയത്തിൽ ഉണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫമൻ തബിഅ ഹുദാ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ്. ത്വാഹയിൽ പറഞ്ഞതോ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. 4 കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഹിദായത്ത് പിൻപറ്റുന്ന ഒരാൾക്ക് 4 നേട്ടങ്ങളുണ്ട്. ഒന്നെന്താ? ഫലാ ഖൗഫുൻ അലൈഹിം, പേടിക്കേണ്ട. 2 വലാ ഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ടതില്ല. 3 ഫലാ യദിൽ, വഴിവഴക്കുകയില്ല, വലാലത്തിലാവുകയില്ല. വലാ യഷ്ഖാ, ഷഖാ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യത്തിലാവുകയില്ല, നഷ്ടത്തിലാവുകയില്ല. ഈ 4 കാര്യങ്ങളാണ് പ്രതിഫലം. ഖൗഫില്ല, ഹുസ്നില്ല, വലാലില്ല, വലാലത്തില്ല, ഷഖാ ഇല്ല. ഈ 4 കാര്യങ്ങൾ ഈ ആയത്തുകൾ രണ്ടും കൂട്ടിച്ചേർത്താൽ മനസ്സിലാക്കാവുന്നതാണ്. 4 ഉണ്ടാവില്ല. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കാണാം, അദ്ദേഹം പറഞ്ഞു തകഫല അല്ലാഹു ലിമൻ ഖറഅ അൽ ഖുർആന വഅമില ബിമാ ഫീഹി അല്ലാ യദില്ല വലാ യഷ്ഖാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതുകയും അതിലുള്ളത് അമലാക്കുകയും ചെയ്യുന്നവർക്ക് 2 കാര്യം ഏറ്റെടുത്തു കൊടുത്തിരിക്കുന്നു. അല്ലാ യദിൽ, ഒന്ന് വഴിപഴക്കുകയില്ല. വഴികേടിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഈ ഫിത്നകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫിത്നകളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ ഓത്, അതിലുള്ളത് അമലാക്കുക. ഫലാ യദിൽ വലാ യഷ്ഖാ. അതുപോലെ തന്നെ അവനെ ദൗർഭാഗ്യം പിടികൂടുകയില്ല. മുഫ്സിരീങ്ങൾ ചിലർ പറഞ്ഞേക്കാണ് ദുനിയാവും ആഖിറവും അള്ളാഹുവിന് ഖൈറായി കൊടുക്കും. ഖുർആൻ അമലാക്കുന്നത്
ദുനിയാവും ആഖിറവും അവന് ഖൈറിലാക്കാൻ കാരണമാണ്. വ്യക്തമായ ഉദാഹരണം ഖുർആനിൻ്റെ ഈ ബറക്കത്ത്, ഖുർആൻ ഓതുന്ന ഒരു ദിവസവും ഓതാത്ത ദിവസവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അവൻ്റെ അമലുകളിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയിൽ, ഹൃദയത്തിലെ സന്തോഷത്തിൽ, ഇതിലൊക്കെ ഖുർആനിന് വലിയ സ്വാധീനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആയത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രസിദ്ധമായ ഹദീസുണ്ട്. ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. ഈ പറഞ്ഞ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ പ്രസിദ്ധമായ ഹദീസ്, ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിലൊക്കെ കേൾക്കുന്ന അല്ല, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. എൻ്റെ അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ സുന്നത്തും ഞാൻ നിങ്ങൾക്കിടയിൽ വിട്ടേച്ചു പോവാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ ലൻ തദില്ലു, വഴിപിഴക്കുകയില്ല. ഈ ആയത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഹദീസുകളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക്. ഇൻഷാ അല്ലാഹ് ഈ ദർസിൽ നമുക്ക് അടുത്ത് ചെയ്തു വരാനുള്ളൊരു ചെറിയ ഹോംവർക്ക് തന്നെ സൂറത്തുൽ ബഖറ ഓത ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന ആയത്ത് എവിടെയൊക്കെ ഇത് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടെത്തുക. ജസ്റ്റ് കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിൻ്റെ ഒപ്പം അതിൻ്റെ ആശയം നോക്കി നോക്കുക. ആർക്കാണ് ഈ പറഞ്ഞത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? ഏതാണ്ട് ദീൻ മുഴുവൻ അതിലുണ്ട്. ഈ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നതിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് കണ്ടെത്തുക. വഹാദാ വല്ലാഹു തആല അലം. സ്വല്ലല്ലാഹു വസല്ലം ബാറക നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.